എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. പിന്നെ എൻ്റെ ചോറ്റുപാത്രത്തിൽ മോര് കലർത്തിയ ചോറ്, സവോള, പച്ചമുളക്, ഇത് പയർ, ഉപ്പേരി, കടുമാങ്ങ അച്ചാർ. ഇതൊക്കെയാണ് ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ. വരും മക്കളെ, കഴിക്കാം. അപ്പം നമുക്ക് കഴിക്കാം. മോര് കലർത്തിയ ചോറ്, റേഷൻ്റെ അരിയുടെ ചോറ് കേട്ടോ. കടുമാങ്ങ അച്ചാർ. റേഷൻ്റെ അരി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ മക്കൾക്ക്, ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് ഈ റേഷൻ്റെ അരി എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ് കഴിക്കാനായിട്ട്. ഞാൻ ഓർമ്മ വെച്ച നാൾ തൊട്ട് റേഷൻ അരി തന്നെയാണ് കഴിക്കുക. പിന്നെ പണ്ട് കാലത്ത് തിരുവോണത്തിനും നമ്മുടെ പിറന്നാൾ ദിവസമൊക്കെയും നല്ല അരി വയ്ക്കും. നമുക്കെവിടുന്ന 45 രൂപയ്ക്കും കൊടുത്തിട്ട് 1 കിലോ അരി വാങ്ങാൻ കഴിവ്. അത് മേടിച്ചാൽ 1 കിലോ അരി മേടിച്ചാൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും. 1 കിലോ അരിക്ക് മേടിക്കണോടത്ത് എന്തായിരിക്കും? അപ്പോൾ ഒരു മാസത്തേക്ക് കണക്കൂട്ടി നോക്കി പൈസ നമുക്ക് അതിനുള്ള വരുമാനമില്ല. ഇത് നമുക്ക് ഗവൺമെൻറ് തരുന്നത് കഴിക്കാനാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റേഷൻ്റെ അരി വാങ്ങിയ ഏകദേശം 1 മാസം ഞങ്ങൾക്ക് വയ്ക്കാനുള്ളതുണ്ട്. പിന്നെ പ്രതിഷ്ഠ ദിനം, ഭരണി, ഇതിന് നല്ല അരി നമ്മൾ വയ്ക്കും. പിന്നെ ഭഗവതിക്ക് വല്ലൊരു അരിപ്പറയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല അരി വയ്ക്കും. അല്ലാത്തതൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള പയർ, ചുവന്ന പയർ, പച്ചയല്ല ചുവന്നത്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, അമ്മ കഴിക്കില്ല. പുളി കുറഞ്ഞ മോരാണ് കേട്ടോ. ഞാൻ ഇവിടെ പുളി കുറഞ്ഞ മോര മേടിക്കുക. എനിക്ക് മോര് അത്ര പുളിയുള്ള ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാരണം കോപ്രായമല്ല. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സന്തോഷം
നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എൻ്റെ സന്തോഷമൊക്കെ കാട്ടണതാണ് കേട്ടാ. അല്ലാണ്ട് ചോറിൻ്റെ മുന്നിൽ ഇന്ന് കോപ്രായം. അങ്ങനെയാണെങ്കിൽ എത്രയോ ജനങ്ങൾ ചോറിൻ്റെ മുന്നിൽ നിന്ന് എന്തെല്ലാം കാട്ടണം. ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഇത് ഞാൻ വീഡിയോയിലായ കാരണം നിങ്ങൾ കാണുന്നു, അത്രയേ ഉള്ളൂ. രസമാണ്. സൂപ്പറായിട്ട് മക്കളെ. ചിലവർ തലേ ദിവസത്തെ ചോറിലൊക്കെ ഇങ്ങനെ ആക്കി വയ്ക്കും, പിറ്റേ ദിവസം എടുത്ത് കഴിക്കും അല്ലേ. ശരീരത്തിന് തണവും നല്ലതാണ്. നന്നന്ന് വയ്ക്കണ ചോറ് വേണ്ട, പിന്നെയാണ് തലേ ദിവസത്തെ. എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണം വേണ്ട. വിശപ്പിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം ഈ കഴിച്ച ഭക്ഷണമാണ് ഇന്നത്തെ. ഇനി വിശക്കോ കഴിക്കുമോ എന്ന് പറയാൻ പറ്റില്ല, അതും കഴിക്കില്ല. ഇപ്പം വേണം തോന്നിയെടുത്താലും കാര്യമില്ല. അപ്പം എന്നോട് ചിലവർ പറയണതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണില്ലെങ്കിൽ മാതളം മേടിക്കുക, ആപ്പിള് ഇതൊക്കെ കഴിക്കൂട്ട സ്വാമി എന്ന് പറയുക, ആരോഗ്യം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ പച്ചപ്പുല്ല് മാത്രം അരിഞ്ഞ് നിന്ന് ആരോഗ്യം ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മക്കളെ. എൻ്റെ ചോറ്റുപാത്രം ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം അതൊന്ന് അമർത്തുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും, നിങ്ങൾക്ക് കാണാം. പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സന്തോഷമായിരിക്കും.